27-ാം തീയതി മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരമാണ്. അത് വാക്കാൽ പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ സാമ്പത്തികം ഇപ്പോൾ 7 കൊല്ലമായിട്ട് ഞങ്ങൾ ഇന്ന് നിലവിളിക്കുന്നതല്ലേ. 7 കൊല്ലമായിട്ട് സാമ്പത്തികമായി ഗവൺമെൻറ് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അവസാനം പറഞ്ഞു, അത് പറയാൻ പാടില്ലെങ്കിലും ഞാൻ പറയട്ടെ, ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇന്ന് തന്നെ ഇത് അംഗീകരിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഗവൺമെൻറ് ഒരു ഡേറ്റ് പറ, ഇന്ന ഡേറ്റ് മുതൽ ഞങ്ങൾ നടപ്പാക്കി തരാം എന്ന് പറയാൻ പോലും ആവശ്യപ്പെട്ടപ്പോൾ അത് പറയാൻ തയ്യാറില്ല. ഈ ഗവൺമെൻറ് കാലാവധിക്കുള്ളിൽ ഞങ്ങൾ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മടിയന്മാരല്ല കേരളത്തിലെ റേഷൻ വ്യാപാരികൾ എന്ന് പറയട്ടെ. പിന്നെ ഇതൊരു രാഷ്ട്രീയ സമരമല്ല. ഞങ്ങളെല്ലാം സ്വതന്ത്ര സംഘടനകൾക്ക് നേതാക്കന്മാരാണ്. CIT ഉണ്ട്, AITC ഉണ്ട്, ബാക്കിയെല്ലാം CIT ഒരു തൊഴിലാളി സംഘടനയാണ്. അതിൻ്റെ പ്രസിഡൻ്റാണ് G. സ്റ്റീഫൻ MLA. അതിൻ്റെ ചെയർമാൻ ഈ സ്വാഗത സംഘത്തിൻ്റെ സമരസമിതിയുടെ ചെയർമാനാണ്, സമരസമിതിയുടെ ചെയർമാനാണ് സ്റ്റീഫൻ MLA. അദ്ദേഹം അതിശക്തമായി പറഞ്ഞു, ഞങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേരളത്തിലെ 95 ലക്ഷം കാർഡ് ഉടമകളെ ബാധിക്കുന്ന അതീവ ഗൗരവമുള്ള ഒരു സമരം വരാൻ പോയിട്ട് ഞങ്ങളിതൊന്ന് വിളിച്ച് ആ സമരത്തിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങളുടെ കാര്യം ഞങ്ങൾ പരിഗണിക്കാം എന്ന് പോലും പറയുവാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തൊരു സാഹചര്യം കൂടി ഞങ്ങളെ ഈ സമരം നിർബന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുവാനും ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പൂർണ്ണമായ ബോധ്യം മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെട്ടാൽ ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്നാണ്. കാരണം ഞങ്ങൾക്കൊരു അനുഭവമുണ്ട്. 2018 ഈ വേതന പാക്കേജ് ആദ്യമായി തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്ന ബഹുമാനായ തിലോത്തമൻ അദ്ദേഹം ഞങ്ങളുമായി നിരന്തരം ചർച്ച ചെയ്ത് ഒരു ടേബിളൊക്കെ ഉണ്ടാക്കി. പക്ഷേ അത് പലതും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞു ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതെല്ലാം കൂടി വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെയും തൊഴിൽ മന്ത്രിയെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം ചേർന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. ആ യോഗത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളതല്ല അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം കേട്ടു. അദ്ദേഹമാണ് പറഞ്ഞത്, ശരി ഇവർ പറയുന്നത് മുഴുവൻ ന്യായമാണ്, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇതങ്ങ് ചെയ്യാം. അങ്ങനെയാണ് 18,000 രൂപ എന്നുള്ള മിനിമം വേതനം നിശ്ചയിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്കുറപ്പുണ്ട് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകും ഞങ്ങൾ അത്രമാത്രം ജീവിക്കുവാൻ ബുദ്ധിമുട്ടുന്നവരാണ്, ഞങ്ങളുടെ ജീവിത സാഹചര്യം വലിയ പരാജയത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ആത്മഹത്യയിലേക്ക് പോകുന്നു. 14,257 കടക്കാരേ ഉള്ളൂ. പക്ഷെ 2 കുടുംബമാണ്. എല്ലാ കടയിലും ഒരു സഹായി കൂടിയുണ്ട്. 2 കുടുംബം, ഏതാണ്ട് 30,000-ഓളം കുടുംബങ്ങൾ പട്ടിണിയിലാക്കി പോയിരിക്കുക ഇപ്പോൾ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല. എനിക്ക് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങളാണ് ഞങ്ങളെ സഹായിക്കേണ്ടത്. നിങ്ങളിത് വാർത്ത ജനങ്ങളെ അറിയിക്കണം. അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ റേഷൻ കടക്കാർ ഞങ്ങൾക്ക് സമരത്തിന് വേണ്ടി ഒട്ടും കടയടച്ച സമരത്തിനോട് ഞങ്ങൾക്ക് ആർക്കും വ്യക്തിപരമായി യോജിപ്പുള്ളവരല്ല. പക്ഷെ ജീവിക്കാൻ മാർഗമില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോൾ കമ്മീഷൻ എത്രയോ യോഗങ്ങളിൽ തീരുമാനമെടുത്തതാ, ഈ മാസം ജോലി ചെയ്താൽ അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പ് കമ്മീഷൻ തന്നുകൊള്ളാം. ഗവൺമെൻറ് തന്നെ പറഞ്ഞതാ. എത്ര രേഖകളിൽ ഒപ്പിട്ട് ഞങ്ങളെ കൊണ്ട്. ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശികയുണ്ട്. നവംബർ ഡിസംബർ 2 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇപ്പോൾ ജനുവരി 20 അപ്പോൾ 2 മാസത്തെ ഇപ്പോഴും കുടിശ്ശികയാണ്. അതുപോലും കൃത്യമായി 1 മാസം ജോലി ചെയ്താൽ ആ ജോലിക്ക് കൂലി കിട്ടാൻ 2 മാസം വീണ്ടും കാത്തിരിക്കണം, അല്ലെങ്കിൽ സമരം ചെയ്യണം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ഞങ്ങൾക്ക് ഈ പണം കിട്ടിയാലല്ലേ ഞങ്ങളുടെ കുടുംബം കഴിയുള്ളൂ. അത്ര ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ്